നോ കള്ളുകുടി. ഞാൻ വീടുവിലി നീ അറിഞ്ഞില്ലേ? സീരിയസ്ലി ചേച്ചി 3 മാസമായി. ജാനുവരി 1. അയ്യോ അതൊരു കയ്യടി കൊടുക്കണം കേട്ടോ അത്. കാരണം തുടക്കത്തിൽ നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ പറയുവേ കയറി. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ മുഖം മാറണമെന്ന് നമ്മൾ നിർത്തും. അപ്പൊ എനിക്കറിയാം ചേച്ചി പറഞ്ഞിട്ട് നടക്കില്ല, മക്കള് പറഞ്ഞിട്ട് നടക്കില്ല, ദൈവം ദൈവം പറഞ്ഞ ഒട്ടും കേൾക്കൂല. അപ്പൊ ആ മനുഷ്യൻ സത്യം നിർത്തിയോ ആണല്ലേ? അത് കലക്കിയട്ടെ ഉഗ്ര തീരുമാനമായി പോയി. കാരണം ഒരു മരുന്ന് കേൾക്കണില്ല. അതിപ്പോ എന്റെ കുറ്റമാണോ? അല്ല, എന്റെ കുറ്റം തന്നെയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേറെ മറ്റ് ഇതിനൊന്നും കുഴപ്പമില്ലാത്തതിന്. കുഴപ്പമുള്ള ഒരുപാട് സാധനമുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. വേറെ പുതിയ സാധനങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആകെ കണ്ടിട്ട് ഇതുള്ള ഇതും കൊണ്ട് നിർത്തി നോക്കിയാല് അങ്ങനെ ഇത് നിർത്തിയപ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. അന്ന് കഴിഞ്ഞോണം കണ്ടതിനേക്കാളും മിടുക്കരായി സലീമേട്ടൻ. അത് ഗംഭീര തീരുമാനമായി പോയി. സൂപ്പർ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭയങ്കരമായിട്ടൊരു പ്രിയ ഫാമിലി മെമ്പർ തന്നെയാണ് ബിബിൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇതുപോലെ സലീമേട്ടൻ ആയെന്ന് ബിബിൻ ഓടി വന്നു. അങ്ങനെ എത്ര ഓടി വന്നു. അല്ല, ഇവരൊക്കെ അല്ലാതെ വേറെ ആരാണ് നമുക്കുള്ളത്? ആണ്, ഇവരൊക്കെ വിശ്വസിച്ചല്ലേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു കൈ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് കൈ തന്നെ. എന്തിനാണ് അല്ലെ? സലീമേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇപ്പോഴും ഞങ്ങൾ എഴുതി വെച്ചേക്കുന്ന, ഞാൻ സലീമേട്ടനോട് പറഞ്ഞ ഞങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഒരു വലിയൊരു സ്ക്രിപ്റ്റ് വരാനുണ്ട്. ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം സലീമേട്ടൻ തന്നെയാണ്. എട്ടപ്പെട്ടും ബിജു, അതും കൂടി പറഞ്ഞേക്കാം ക്യാരക്ടറിന്റെ പേര്. സൂപ്പർ. അപ്പൊ എന്തായാലും ഒരു സെൽഫി, ഒരു പിക്ചർ എടുത്ത് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, നമ്മുടെ തിരക്കഥാകൃത്ത് എല്ലാമായ ബിബിനും സലീമേട്ടനും കൂടി. സലീമേട്ട ഇരുന്നാലും മതി. ബിബിൻ, we'll take a selfie. Ready? വൗ, സൂപ്പർ സുന്ദരൻ. സലീമേട്ട ആയോണ്ടാണ് ഞങ്ങൾ ഇത് വച്ചേക്കുന്നത്. ബിബിനെ, ബിബിന്റെ ഒരു പ്രസൻസിലാണ് ഇത് ചെയ്യുന്നത്. ബിബിനും കൂടെ ഇവിടെ ഇരിക്കും. സലീമേട്ട, ഇതിന്റെ പേര് ഗൂഗിൾ ഓട്ടോ കംപ്ലീറ്റ് എന്നാണ്. ഓക്കെ, ഗൂഗിൾ അറിയാലോ ഇപ്പൊ നമ്മള്. അപ്പോ സലീമേട്ടനെ പറ്റി ഈ ലോകത്തുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവർ തെരഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ പാത്തു വെച്ചേക്കുന്നത്. അത് നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോവാ. മനസ്സിലായോ? അതായത് സലീം കുമാർ എന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞിരിക്കുന്നത് എന്താണ്? എന്ത് വേണോ ആവാം, ലോകത്തുള്ള മലയാളികളാണ്, നമ്മളുടെ അല്ല, എന്റെ അല്ല ഇത്. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഇതാണ്. സലീമേട്ടൻ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ ഞാനത് വായിച്ചോളാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാത്തു വെച്ചിരിക്കുകയാണ്. സലീമേട്ടൻ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കാൻ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഹൗ ബാക്കി മറച്ചു വെച്ചിരിക്കുക. സലീമേട്ടൻ ഇതങ്ങ് പിടിച്ചങ്ങ് വലിച്ചാൽ മതി. ഇത് മാത്രം ആദ്യത്തത് ഇതിങ്ങനെ എടുത്ത് ഞാൻ എടുക്കട്ടെ. സലീമേട്ടന്റെ ചോദിച്ചേക്കുന്നത് How old is Salim Kumar? 54. എത്ര വയസ്സാണ് സലീമേട്ടൻ എന്നാണ് ചോദിച്ചത്. 54. അതെ. അപ്പം സലീമേട്ടൻ ഇനി അടുത്ത ബിബിന് ഞാനും വേണമെങ്കിൽ എടുത്തുതരാം സലീമേട്ടൻ. അപ്പൊ ബിബിനെ അടുത്ത എടുത്തോ. ഈ സലീം കുമാർ against സ്റ്റേറ്റ് അവാർഡിനെതിരാണോ സലീം കുമാർ? നോ അല്ല. ഞാനേ അത് ഈ കോമഡി അവാർഡ് ഇവിടെ പറഞ്ഞു. ശരിക്കും അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കോമഡി അവാർഡിൻ്റെ MA ബേബി അന്ന് ഇവിടെ മിനിസ്റ്ററാണ്. അപ്പോൾ വീട്ടിൽ വന്നിരുന്നു MA ബേബി അന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഈ നല്ല നടൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിക്കണ വേളയിൽ ഇവിടെ കോമഡി ചെയ്യുന്ന ആളുകളും നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം അവരെ കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞാണ് അതെന്ന്. പുള്ളി അതൊരു സമയത്ത് അത് കോമഡിയൻ്റെ അവാർഡാക്കിയത് പ്രഖ്യാപിച്ചു. അപ്പോൾ പുള്ളി തെറ്റിദ്ധരിച്ചത് കോമഡി അവാർഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞെന്നുള്ള തെറ്റിദ്ധരിച്ചത് എനിക്ക് ഒരു വിലയും തന്നത്. പുള്ളി അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ, ഒരാൾക്ക് അവർ അവാർഡ് കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാനത് അന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് കോമഡിയൻ്റെ അവാർഡ് കിട്ടട്ടെ, അതിനിപ്പോൾ എന്താണ്. അത് തെറ്റാണത്. കോമഡിയൻ്റെ അവാർഡിന് വില്ലിന് കൊടുക്കണം, രൗദ്രത്തിന് കൊടുക്കണം, അത് തെറ്റ് തന്നെയാണത്.
അങ്ങനെ എന്നെ തിരഞ്ഞെടുത്ത ഒരു വർഷം കൊമഡിയനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിത് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ പേരിലായിരിക്കാം ഈ അവാർഡിന് ഞാൻ സ്വീകരിക്കാതെ എന്ന് വെച്ചിട്ട് അത് സ്വീകരിച്ചു ഞാൻ. അതാണ് അവാർഡിന് ഞാൻ എതിരായിട്ട് ഇത് ചെയ്തതാണ്. പിന്നെ അവാർഡ് കമ്മിറ്റിക്കെതിരെയായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ കമ്മിറ്റിക്കെതിരെയോ? അതിന് മാത്രമായിട്ടൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട്. അതെ 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 ആണ്. ഓക്കെ. അത് എൻ്റെ പണം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സത്യമായിരുന്നത്. അത് ഇപ്പോഴും കേസിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് വിജയം. അത് വരും, എന്തെങ്കിലും വരും. ഞാൻ ചാവണേക്കുമ്പോ എന്തെങ്കിലും വിധി വരും. അല്ല ഏട്ടാ, ഈ കേസിന്റെ കാര്യം പറഞ്ഞു. പോലീസ് കേസ്, സ്റ്റേഷനിൽ എന്തെങ്കിലും കേസസ് ഉണ്ടോ വേറെ സലീമേട്ടന്? ഇല്ല. അങ്ങനത്തെ വഴക്കാളി അങ്ങനത്തെ ഒന്നും അല്ല. അങ്ങനെ പറഞ്ഞാ കേക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സലീമേട്ട അടുത്ത ചോദ്യമാണേ. ചുമ്മാ പിന്നെ നമുക്ക് അതിന്റെ പരിപാടി ഇതും കൂടെ. അടുത്ത സലീമേട്ട, ഈ സലീം കുമാർ ആൻഡ് അക്ഷയ് കുമാർ റിലേറ്റഡ്? ഇല്ല. എന്താണ് അക്ഷയ് കുമാറിന്റെ പടം കാണാറും കൂടി ഇല്ല. ഞാൻ ആളറിയില്ല എത്ര പേരിന്. ഞാൻ ഹിന്ദി സിനിമയിൽ അപൂർവം ആൾക്കാരെ അറിയുള്ളൂ. അമിതാഭ് ബച്ചൻ, ഏത് പാതിരാത്രി എനിക്കറിയാം. ഷാരൂഖ് ഖാൻ, കഴിഞ്ഞു കച്ചവടം. അല്ല, ഇവര് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അക്ഷയ് കുമാറിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് റസ്തം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അക്ഷയ് കുമാർ അറിയാം. ഇത് കഴിഞ്ഞിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും കറക്റ്റ് അല്ല. കുറച്ച് ദിവസം മറന്നു കഴിഞ്ഞാൽ ധാരാന്ന് ചോദിക്കും. അറിയാവുന്നത് നടിമാരെയോ? ഇത് ഇപ്പോഴത്തെ ഉള്ള നടിമാരെയോ? ഹിന്ദിയിലെ ഹേമമാലിനി. ഇപ്പോഴത്തെയോ? അവിടുന്ന് അവരിപ്പോഴും ഇല്ലേ? ഐശ്വര്യ റോയ്. ഓക്കെ. വേറെ ദീപിക പദുക്കോൺ. പക്ഷെ അതൊക്കെ ഓർമ്മയെന്ന് വന്ന ആൾക്കാർ മാത്രമേ. പിന്നെ മറ്റവര് മറ്റേ പുള്ളിക്കാരന്റെ ഭാര്യ ആലിയ ഭട്ട്. ആലിയ ഭട്ടൊന്നും അറിയില്ല എനിക്ക്. ആലിയ ഭട്ടൊന്നും അറിയില്ല. നാഷണൽ അവാർഡ് ആലിയ ഭട്ട് എനിക്കറിയില്ലെന്ന്. രൺബീർ കപൂറിന്റെ ഭാര്യ. രൺബീർ കപൂർ ആരാണപ്പാ? വല്ല കാര്യം ഞാൻ ഹിന്ദി സിനിമ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ആണോ? ഇല്ല, അപൂർവം എന്ന് വെച്ചാൽ ഇല്ല. സൽമാൻ ഖാൻ, ആ ഗ്യാങ്ങിൽ സൽമാൻ ഖാൻ, മറ്റേ ഖാൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ. ഓക്കെ. വേറെ ഏതെങ്കിലും ഖാൻമാരെ? ഇല്ല. അത് വേറൊരു ഖാന്റെ ഭാര്യയല്ലേ? സൈഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ. സൈഫ് അലി ഖാനെ അറിയില്ലേ ഏട്ടാ? സൈഫ് അലി ഖാന്റെ കരീന കപൂറിനെ അവരെ അറിയാം. അപ്പൊ ഈ സലീം കുമാർ, അക്ഷയ് കുമാർ റിലേറ്റഡ്, നോ റിലേറ്റഡ്, ഒരു റിലേഷനും ഇല്ല. ആൾക്കാർ തെരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഏട്ടാ. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത് അല്ലേ?